ഹായ് ഓൾ, ആൻഡ്രോൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മന്തിയുടെയൊക്കെ ടേസ്റ്റിലുള്ള വെജ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബിരിയാണി തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ്സ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ 20 മിനിറ്റ്സോടുകൂടി തന്നെ നമ്മുടെ അരിയൊക്കെ കുതിർന്ന് പാകമായി കിട്ടുന്നതായിരിക്കും. ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കാം. പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റൊക്കെ ആവശ്യമുണ്ട്. നമ്മളിവിടെ ചിക്കൻ കറിയും അതോടൊപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നിടയിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പം കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴേക്കും നന്നായിട്ട് വഴണ്ട് കിട്ടുന്നതായിരിക്കും. കാന്താരി, പിന്നെ കറിവേപ്പില, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, നമ്മുടെ തക്കോലം, ഗ്രാമ്പൂ, പട്ട അതൊക്കെ എടുത്തിട്ടുണ്ട്. ഏലക്ക, കുരുമുളക്, പിന്നെ നാരങ്ങ, അതിലൊരു അരമുറി മതി. പിന്നെ നമ്മുടെ ബിരിയാണി മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നെയ്യും പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം തിളയ്ക്കാനായിട്ട്. അതിലേക്ക് തന്നെ തക്കോലം, കറുവപ്പട്ട, ഏലക്ക ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഗ്രാമ്പൂവൊക്കെ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും സവാള ഇട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ ഉപ്പ്, പിന്നെ അത് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പൊടികൾ ബിരിയാണി മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇപ്പം 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഇരട്ടി, അതായത് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പിന്നെ കുരുമുളക് ഇടാം, നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ ടൈമിൽ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. കുക്കർ മൂടുന്ന മുമ്പായിട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വിസിൽ വരാനായിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൽ ബിരിയാണി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ വറുത്തെടുക്കാം. കാഷ്നട്ട്, ഉണക്കമുന്തിരി, പിന്നെ നമ്മുടെ സവാള പീസസ് അതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒറ്റ വിസിലിൽ തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ കുക്കർ തുറന്നു നോക്കുമ്പോഴേക്കും ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് ഇതേപോലെ കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കിയെടുക്കാവുന്നതാണ്. ചൂടൊക്കെ മാറി ഇതുപോലെ നന്നായിട്ട് ഇളക്കുമ്പോഴേക്കും കട്ടയൊക്കെ മാറി നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. കുഞ്ഞാവ് വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ചൂടായതുകൊണ്ട് തന്നെ അവൾ കയ്യിലൊന്നുമില്ല, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, അതുപോലെ തന്നെ മുന്തിരിങ്ങ, അതുപോലെ സവാള ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ നോൺ വെജ് അതായത് ചിക്കൻ, ബീഫ്, പിന്നെ നമ്മുടെ എഗ് മസാല ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. നല്ല ടേസ്റ്റിയാണ്. അതല്ല എങ്കിൽ നമ്മുടെ ഈ പപ്പടം, അച്ചാറ്, തൈര് കോമ്പിനേഷൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ആണെങ്കിലും സംഭവം നല്ല കിടുവാണ് കേട്ടോ. അത് നമ്മൾ ഒരു മന്തി കഴിച്ച ഫീല് കിട്ടുമെന്ന് ചോദിച്ചാൽ അത്രയും വരില്ല. എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള അത്യാവശ്യം മന്തിയുടെയൊക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരു വെജ് ബിരിയാണിയാണ് കേട്ടോ. അപ്പം ജസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെന്ന് വിളിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. നമ്മൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിരുന്നു. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഈസിയായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, താങ്ക് യു.